മമ്മി ഉറങ്ങായിരുന്നോ? അതെ. ഹാ, മമ്മിക്ക് ഉറങ്ങാലോ. എല്ലാം സേഫ് ആണല്ലോ അല്ലേ? എന്തു പറ്റി? മമ്മി ഒരുത്തിയെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞയച്ചില്ലേ, കൃഷ്ണ. അവള് പക്ഷേ വെറുതെ അങ്ങ് പോയില്ല. പോകുന്നതിന് മുൻപ് അവള് നവീന്റെ മുന്നിൽ ചെന്ന് ചാടി. എവിടെ വെച്ച്? ഈ സിറ്റിക്കകത്ത് വെച്ച് തന്നെ. നവീൻ കണ്ടില്ല, മാണിക്കുഞ്ഞ് അവളെ കണ്ടത്. നവീൻ ഇപ്പൊ എന്നോട് ചോദിച്ചു, തന്നെ പോലെ വേറൊരാളുണ്ടോ എന്ന്. അയാളെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന്. ഞാൻ എന്താ മമ്മി പറയണ്ടേ? ഇതൊക്കെ അവള് മനഃപൂർവ്വം ചെയ്തതാ. അവൾ ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് പകരം വീട്ടാൻ എന്റെ ജീവിതം അവൾക്ക് ഇല്ലാതാക്കണം. അതിനു വേണ്ടിട്ട് അവൾ ഇതൊക്കെ ചെയ്യുന്നേ. അതെങ്ങനെ സംഭവിച്ചു എന്നൊന്നും എനിക്കറിയില്ല. അതിനുവേണ്ടി അവളെ വിളിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും അവൾ ഈ നാട്ടിൽ നിന്ന് പോയില്ലേ, ഇനിയെങ്കിലും അവളെ വെറുതെ വിട്ടേക്ക്. മമ്മി മമ്മി ഇപ്പോഴും അവൾക്ക് വേണ്ടിയാ സംസാരിക്കുന്നേ. ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞ കാര്യം അവൾ അങ്ങനെ തന്നെ അനുസരിച്ചു. അവളുടെ അമ്മയും കൂട്ടി ആരും അറിയാത്തൊരു സ്ഥലത്തേക്ക് അവൾ പോകാൻ സമ്മതിച്ചു മോളെ. അത് ചെറിയ കാര്യമൊന്നും അല്ല. അത് ചെറിയ കാര്യമല്ല. അതിനെ ചോദ്യം ചെയ്യാനും എനിക്ക് ഉദ്ദേശമില്ല. മമ്മി, ഞാൻ നേരത്തെ പറഞ്ഞു, നിന്റെ ലൈഫ് നിന്റെ കയ്യിലാ. അത് കാത്തു സൂക്ഷിക്കാനും പറ്റും, തല്ലി തകർക്കാനും പറ്റും. അതൊക്കെ നിന്റെ ഇഷ്ടം. മമ്മി മമ്മി അമ്മ പേടിച്ചു പോയല്ലേ? എന്തായാലും കൃഷ്ണയുടെ വരവ് ഗംഭീരമായി. അയാള് ശരിക്കും ആരാ? ആ, സെൽവൻ. അയാള് പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ലോറിയും കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് കൂടിയതാ. ഈ നാട്ടുകാര് പാവങ്ങളാണ്. അതുകൊണ്ട് അത്യാവശ്യം അവന്റെ ഗുണ്ടായ്സൊക്കെ ഇവിടെ ചെലവാവും. പിന്നെ പെണ്ണുങ്ങളെ കാണുമ്പോ പരാക്രമം ഇത്തിരി കൂടുതലാ. ആ, മിക്കവരും എതിർക്കില്ല. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞ് വരട്ടി നിർത്തും. ആ, പക്ഷേ ആരെങ്കിലും ഒന്ന് കൂടെ നിന്നാലല്ലേ. മോളെ, ഇവർക്ക് ഇത്തിരി എടുത്തുചാട്ടം കൂടുതലാ. വെറുതെ ഓരോ പ്രശ്നങ്ങളിൽ ചെന്നുപെടും. മോള് പറയുന്നതൊക്കെ തലേ കയറിയാലേ പിന്നെ മിണ്ടുമ്പോ അയാളോട് ചെന്നെതിര് പറയും. ശരി, എതിര് പറയണ്ട. അയാൾ എന്റെ കയ്യിൽ പിടിച്ചിട്ട് പോരുന്നൊന്ന് ചോദിച്ചില്ലേ? ഞാനങ്ങ് പോയിരുന്നെങ്കിലോ? അപ്പൊ അമ്മ എന്ത് ചെയ്യും? നെഞ്ചത്തടിച്ച് നിലവിളിക്കോ? അതോ പോലീസുകാരടുത്ത് പോവോ? അതിനേക്കാളും നല്ലതല്ലേ അമ്മേ ഒരു പ്രശ്നം വരുമ്പോ പ്രതികരിക്കുന്നത്? കൃഷ്ണയുടെ സംസാരം കേട്ടിട്ട് ഞാനും കൃഷ്ണയും ഒറ്റ വഞ്ചിയില് പോകുന്നാ തോന്നുന്നേ. ആ, പിന്നെ സുനന്ദേച്ചി പറഞ്ഞിട്ടുണ്ട് എന്നോട്, ആള് നല്ല ഉശിരുള്ള പെണ്ണാണെന്ന്. എന്നാലും സെൽവന്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചോ. നേരിട്ട് വന്നാ കുഴപ്പമില്ല, പക്ഷെ ഓടിച്ചിരിക്കാൻ മിടുക്കണം. അതുകൊണ്ടാ പറഞ്ഞേ. അമ്മ ഒന്ന് പേടിക്കാതിരുന്നേ. ആ, അതെ, എന്നാ പിന്നെ നമുക്ക് പോയാലോ? ഓക്കെ. ഇതാണ് വീട്. വിശദമായിട്ട് കണ്ടോ? പകല് മുഴുവൻ നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കും. പിന്നെ ജനല് തുറന്നിട്ടാ ഫാനും AC ഒന്നും വേണ്ട. ആ, പിന്നെ കൃഷ്ണേ, ആറ്റില് കുളിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ കുറച്ചപ്പുറത്ത് പോയാ മതി. അല്ലെങ്കിലേ ഒരു ദിവസം ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം. പോവാം. ഇപ്പൊ കുളിയൊന്നും തൽക്കാലം വേണ്ട. ആ ആ പിന്നെ അമ്മയ്ക്ക് വീട് ഇഷ്ടായോ? ഇഷ്ടായി. എന്നാലും അവിടെ നിങ്ങോട്ട് പറിച്ചു നടന്നതിന്റെ വിഷമമുണ്ടല്ലേ? ആ, അതൊന്നും കുഴപ്പമില്ല. 2 ദിവസം കൊണ്ട് നമുക്ക് അതൊക്കെ ശരിയാക്കാം. ആ, എന്നാലേ അമ്മയും മോളും പോയി കുളിച്ച് ഫ്രഷ് ആവും. ഞാൻ പോയിട്ട് അടുക്കളയിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. ഞാനേ കടയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവരെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടാവും. അല്ല, എന്താ ഇത്? സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ? അതിനെ നിന്റെ ദുബായ് മാമൻ കുറച്ച് കാശ് അയച്ചു തന്നിട്ടുണ്ട്. തൽക്കാലം അതെന്റെ കയ്യിലുണ്ട്. പിന്നെ വേണമെങ്കിൽ ഞാൻ പിന്നെ ചോദിച്ചോളാം. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. ചാവി പിടിച്ചോ. ഞാൻ പോയിട്ട് വരാം. ആ, ഗോപാലിനെ സുനന്ദയും വിളിച്ച് വന്ന വിവരം പറയും. അവര് കാത്തിരിക്കുന്നുണ്ടാവും. ആ, വിളിക്കാം. ആ, കൃഷ്ണേ, അവിടെ എത്തിയോ നിങ്ങള്?
മോളിക്കുട്ടി കാത്തു നിന്നിരുന്നോ? നിങ്ങൾ വീട്ടിൽ കൊണ്ടാക്കിയോ? ഹോ, ഒന്ന് ശ്വാസം വിട്ട് ചോദിക്ക. അതൊക്കെ കഴിഞ്ഞു. ദേ ഞങ്ങളിപ്പോ പുതിയ വീട്ടിലാ. വീട് കൊള്ളാവോടി? സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ആ, കൊഴപ്പല്ല. അതെന്താ, ഇഷ്ടപ്പെട്ടില്ലേ? ഒരു കുഴപ്പമില്ലെന്നാ ഉദ്ദേശിച്ചേ. അമ്മയോ വിഷമത്തിലാണോ? ഏയ് അല്ല, അമ്മ ഇവിടെ ഹാപ്പി ആയിട്ടാ ഇരിക്കുന്നെ. ആ, ഗോപാലമാമയുടെ ഗോപാലേട്ടാ, അതെ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മോളിക്കുട്ടിയോട് പറഞ്ഞോ കേട്ടോ. അവളെ ബുദ്ധിമുട്ടിക്കാണെന്ന് ചിന്തിക്കൊന്നും ചെയ്യല്ലേ. അല്ലെങ്കിൽ സാരമില്ല, നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും അവൾ അറിഞ്ഞും കേട്ടോക്കെ എന്താണെന്ന് വെച്ചാ ചെയ്തോളൂ. ശരി ചേച്ചി. വന്ന് കണ്ട സമയം മുതല് ഞങ്ങള് നല്ല കമ്പനിയായി. നല്ല കുട്ടിയായിട്ടോ. ആരാ സുനന്ദേ? ദേ കൃഷ്ണയാ. മോളെ. ആ, ഗോപാലമാമ, നാട് കടന്നവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. എന്തിനാ മോളെ അങ്ങനൊക്കെ പറയുന്നേ? നീ നിന്റെ അമ്മ എവിടെ ചെന്നാലും സന്തോഷത്തോടെ ജീവിക്കും. അത് ഗോപാലമാമൻ അറിയാം. അവിടെ നിന്ന് പോന്നതിന്റെ ടെൻഷൻ തീർന്നിട്ടില്ല. മോള് ചോദിച്ചു, എന്താ രണ്ടുപേർക്കും ചിരിക്കാൻ ഇത്ര ബുദ്ധിമുട്ടെന്ന്. അമ്മയുടെ ബുദ്ധിമുട്ട് എന്തെന്ന് നമുക്കല്ലേ അറിയൂ. ഒക്കെ പതുക്കെ ശരിയാവും മോളെ.